ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എന്നോട് എൻ്റെ പുതിയ പടത്തിൽ സംഗീതം ചെയ്യുന്ന ഫൈസൽ ഫൈസി പറയുമ്പോൾ ഈ സ്കൂളിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം കഴിഞ്ഞ 3-4 തവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രകാരം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ കാര്യമാണ്. എനിക്ക് കുഞ്ഞുങ്ങളെയൊക്കെ നേരിട്ട് കാണാനും അവർക്കൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനും സാധിക്കുന്നത് വലിയ കാര്യമായി എനിക്ക് തോന്നുന്നു. ഇവിടെ പ്രസംഗിച്ച ബഹുമാനിയർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് ആ രീതിയിൽ ജനിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളെ അവരെ വളരെ കരുതലോടുകൂടി വിദ്യാഭ്യാസം നൽകുകയും അവരുടെ കഴിവുകളെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഈ സെൻറ്റർ, ഈ MES സെൻറ്റർ എന്തുകൊണ്ടും വലിയ തോതിൽ ദൈവത്തിൻ്റെ മുന്നിൽ വലിയ കരുതലുള്ളവരായി ഇരിക്കും. എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ വളരെ ബുദ്ധിക്ക് വികാസമോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റെന്തെങ്കിലും വിഷമതകളോടുകൂടി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങൾ വളരെ വലുതാണ്. അതേക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം അറിയാം. അവരുടെ മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തപ്പെട്ട് എന്തുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള എല്ലാവർക്കും അറിയാം. അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒന്ന് പറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ ഇത് 1971 അല്ലേ, എത്ര 98 നമ്മുടെ ഈ MES സ്പെഷ്യൽ സ്കൂൾ തുടങ്ങുന്നത്. 98 75-ലെയും അതുപോലെ തന്നെ 95-ലെയും കണക്കുകൾ കഴിഞ്ഞ് 2026-ലെത്തിയപ്പോൾ അനുപാതം കൂടി വന്നു. ഇപ്പം 30-ൽ 1 എന്ന കണക്കാണ് ഇതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ജനനം. 30 പേരിൽ ഒരാൾ എന്ന കണക്കാണ്. പണ്ട് 1,00,000-ൽ 1 അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മക്കൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ ഭൂമിയിൽ ജനിച്ച് നമുക്കൊപ്പം സന്തോഷത്തോടു കൂടി അവർ ജീവിക്കേണ്ടതാണ്. ഇവിടെ അവരെല്ലാം നല്ല സന്തോഷത്തോടെയാണ്, ഞാൻ വന്നപ്പോൾ കണ്ടതാണ്. വളരെ സന്തോഷത്തോടെ തന്നെ കുഞ്ഞുങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അത് ഈ MES-ൻ്റെ, അത് ഞാൻ പറഞ്ഞത്, ദൈവത്തെ മുന്നിൽ MES-ന് വലിയൊരു കരുതലുണ്ടാകുമെന്ന് പറയാൻ കാരണം അതാണ്. അവരുടെ സന്തോഷം കാണാൻ നമുക്ക് മനസ്സിലാവുമല്ലോ. അവരെ വെറുതെ സന്തോഷിപ്പിച്ച് നിർത്തിയതല്ല, അവർ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ജനിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ ജനിക്കാൻ കാരണം പലത് ഉണ്ടെങ്കിൽ പോലും അതിൽ ഒന്ന് മാത്രം ഞാനിവിടെ ഇപ്പം ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ, അതായത് ഒരു യുവതി ഗർഭിണിയാകുന്ന സമയത്ത് ആ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീ നേരിടേണ്ടി വരുന്നതായിട്ടുള്ള മാനസിക സംഘർഷങ്ങളാണ് തീർച്ചയായിട്ടും ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊള്ളേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇപ്പം ഇവിടെ തന്നെ ഇന്നിപ്പോൾ ഈ വാർഷികാഘോഷം വളരെ അകലെ കുറേ പേര് ഇരിപ്പുണ്ട്, ആ ഇരട്ടത്തുമാറി കുറേ പേര് ഇരിപ്പുണ്ട്, അങ്ങോട്ട് കുറേ പേര് നിൽപ്പുണ്ട്. പക്ഷെ ഇതെല്ലാം ഒന്നിച്ചു കൂടി അടുത്തുണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം നമുക്ക് ഇതിൽ കൂടുതൽ സന്തോഷമാക്കാമായിരുന്നു. നമ്മൾ കിട്ടുന്ന സമയമൊക്കെയും സന്തോഷിക്കുക, നമുക്ക് പറ്റുന്ന സമയമൊക്കെയും നമ്മൾ സന്തോഷിക്കുക. നമ്മൾ ദുഃഖിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ്? എന്താവശ്യമാണ് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യം? നമ്മൾ സന്തോഷത്തോടെ തന്നെ ജീവിക്കാൻ സാധിക്കണം. ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ജനനവും അതോടൊപ്പം നമുക്ക് ആർക്കും നിഷേധിക്കാത്ത ഒന്നായ മരണവും കൂടെയുണ്ട്, അല്ലേ? അതിനിടയ്ക്കുണ്ടാവുന്ന ജീവിതം എന്ന് പറയുന്ന കാലഘട്ടം നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കുക. നല്ല സന്തോഷം വേണം മനുഷ്യന് എന്നാണ് ഞാൻ ആകെപ്പാട് വിശ്വസിക്കുന്ന ഒരു തത്വത്തിൽ നിൽക്കുന്ന കാര്യം. എല്ലാവരും സന്തോഷത്തോടുകൂടി ആയിരിക്കുക. അപ്പോൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ആ സ്ത്രീകൾ ഏത് രീതിയിൽ മാനസിക സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമോ അതുണ്ടാക്കുക. അതിന് നല്ല കുടുംബ ഐക്യമുണ്ടാവണം, കുടുംബത്തിൽ സന്തോഷമുണ്ടാകണം, സ്പർദ്ധ പാടില്ല, മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ലാതെ നല്ല സന്തോഷത്തോടുകൂടി ആയിരിക്കേണ്ട ആ കാര്യമാണ് എനിക്ക് ആകെപ്പാടെ ഇവിടെ ഇപ്പോൾ പറയാനുള്ളത്. നമ്മുടെ ഞങ്ങളുടെ ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയുണ്ട്, സിനിമാക്കാരുടെ ഫെഫ്ക എന്ന സംഘടന. ഫെഫ്ക എന്ന സംഘടനയിലെ
ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി കഴിഞ്ഞ ഞങ്ങളുടെ വാർഷിക യോഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമുക്ക് ഫെഫ്കയിൽ ഞങ്ങൾ 10,000-ഓളം അംഗങ്ങളുണ്ട്. 10,000-ഓളം അംഗങ്ങൾ. അതിൽ പറഞ്ഞൊരു കാര്യം, നമുക്ക് സ്വന്തമായിട്ടൊരു ആശുപത്രി തുടങ്ങണം, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം, എങ്ങനെ നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങാതിരിക്കാം എന്ന് ചിന്തിക്കുക. കാരണം ആശുപത്രിയുടെ ആവശ്യം എന്താ? രോഗി ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ രോഗികൾ ഉണ്ടാകാതിരിക്കുക. നമ്മുടെ സംഘടനയിലുള്ള 10,000 പേർക്കും ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ എങ്ങനെ കഴിയും? ഏതുതരം ഭക്ഷണം കഴിക്കണം? നമ്മുടെ ഡീസൽ വണ്ടിയിൽ പെട്രോൾ ഒഴിക്കുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിക്കേണ്ടതായ ആഹാരം മാത്രം നമ്മൾ കഴിക്കുക, കഴിക്കേണ്ടാത്ത ആഹാരം കഴിക്കാൻ പാടില്ല. ഏതെല്ലാം രീതിയിൽ ആഹാരം കഴിക്കണം, എങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ എന്നുള്ള ഒരു അറിവ് നമ്മൾ പകർന്നു കൊടുക്കുന്നിടത്ത് നമുക്ക് രോഗമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആശുപത്രികൾ വേണ്ടാന്ന് വരും. മനസ്സിലായില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ MES എന്ന് പറയുന്ന ആ സെന്റർ അത്രത്തോളം ആതുര സേവനം നടത്തുന്ന ഒരു സെന്ററാണ് നമ്മുടെ MES. ഈ MESന് മറ്റു തരത്തിൽ എന്തെല്ലാം ഇവിടെ വളർച്ച സംഭവിക്കാൻ പറ്റും? നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇനി നമുക്ക് ജനിക്കാതിരിക്കാനായിട്ട് ഇനിയുള്ള തലമുറ ശ്രദ്ധിക്കുക. അവർ സന്തോഷത്തോടെ ആയിരിക്കുക. ഗർഭാവസ്ഥയിൽ അവർ വളരെയേറെ സന്തോഷിക്കുക. യാതൊരു തരത്തിൽ മനസ്സിൽ സംഘർഷം ഉണ്ടാകാതിരിക്കുക. നല്ല ജീവിതം മെച്ചപ്പെടുത്തുക. അതോടനുബന്ധിച്ച് ഒന്നുകൂടി പറയാനുള്ളത്, ഇവിടെ ഒരു അച്ഛനമ്മമാരുണ്ട്, അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരെ അതുപോലെ കരുതലോടുകൂടിയാണ് MES ഇവിടെ അവരെ പൊറ്റിക്കൊണ്ടു പോകുന്നത്, അവരെ സംരക്ഷിക്കുന്നത്. ഈ ഈ അമ്മയും അച്ഛനും ഒക്കെ ഒറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ അച്ഛനും അമ്മയൊക്കെ ഒറ്റപ്പെടുന്നത്? നമ്മുടെ വീട്ടിൽ അധികപ്പറ്റായി മാറുന്നത് എന്തുകൊണ്ടാണ്? പണ്ട് നമ്മളെ തല്ലാനും ഉപദേശിക്കാനും പഴഞ്ചൊല്ലുകൾ പറഞ്ഞു തരാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീടുകളിൽ അവരാരുമില്ല. അവരെല്ലാം ഇതുപോലുള്ള അവരെയൊക്കെ സംരക്ഷിക്കുന്ന ഇടങ്ങളിലായി മാറി. അത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ മനസമാധാനത്തോടുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോയി. മനുഷ്യന് മനസമാധാനത്തോടുകൂടി ജീവിതം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീട്ടിനുള്ളിൽ എരിച്ചിലുണ്ടാകുന്നു, വീട്ടിനുള്ളിൽ ഐക്യമില്ലാതെ ഉണ്ടാകുന്നു, തമ്മിൽ ചേർച്ചയില്ല. 4 പേരുണ്ടെങ്കിൽ 4 അഭിപ്രായം. ആഹാരം കഴിക്കാൻ പണ്ട് ഒന്നിച്ച് ചമ്മണം പറഞ്ഞു വന്നിരിക്കുമായിരുന്നു, ഇന്ന് ഒന്നിച്ചിരിക്കുന്നില്ല. 4 വഴിക്ക് ആണ് എല്ലാവരും സഞ്ചരിക്കുന്നത്. അത് പാടില്ല. സന്തോഷത്തോടു കൂടിയുള്ളൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം. മനസ്സമാധാനത്തോടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം. ശാന്തമായിട്ടുള്ള ജീവിതം എല്ലാവർക്കും ഉണ്ടാവണം. ആർക്കും ആരെയും നമുക്ക് ശത്രുതാഭാവത്തിൽ കാണാൻ ഇടയാകാൻ പാടില്ല. നമ്മൾ മറ്റുള്ള ഇപ്പം യേശുക്രിസ്തു പറഞ്ഞു എന്ന് പറഞ്ഞ വാക്കുണ്ട്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. അന്നത്തെ കാലഘട്ടത്തിൽ അയൽക്കാരനെ സ്നേഹിക്കാത്ത ഒരു സമൂഹം ഉണ്ടായിരുന്നു. അന്ന് 2000 വർഷം മുമ്പ്, 2026 വർഷം മുമ്പ് അദ്ദേഹം അത് പറയണമെങ്കിൽ അന്നും ഉണ്ടായിരുന്നു പരസ്പരം സ്നേഹിക്കാത്തൊരു സമൂഹം. അതുകൊണ്ടല്ലേ അത് പറയേണ്ടി വന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി മറിക്കണം. പരസ്പരം സ്നേഹത്തോടുകൂടി, ഐക്യത്തോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനം ഞാൻ നേരുന്നു. ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അതുപോലെ MESനെ വാനോളം ഭഗവാൻ താങ്ങി നിർത്തട്ടെ. കാരണം അവരുടെ ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങളും എല്ലാം കേട്ടപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞു. എല്ലാവർക്കും സന്തോഷം, സമാധാനം.